ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മരണത്തിൻ്റെ മുഖത്തു നിന്നും മടങ്ങി വന്ന മനുഷ്യൻ ഹാരിസൺ ഓക്കിൻ എന്നയാളുടെ അത്ഭുതകരമായ അതിജീവന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിനടിയിൽ ശ്വാസമെടുക്കാതെ എത്ര മിനിറ്റ് ജീവിക്കാൻ കഴിയും? പരമാവധി 2 അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലേ കൂട്ടുകാരെ? എന്നാൽ ഒരു മനുഷ്യൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ യാതൊരു ഓക്സിജൻ സിലിണ്ടറുമില്ലാതെ 3 ദിവസം ജീവനോടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് സിനിമയല്ല, 2013 നടന്ന യഥാർത്ഥ സംഭവമാണ്. ഹാരിസൺ ഓക്കിൻ എന്ന നൈജീരിയക്കാരൻ ഒരു കപ്പലിലെ പാചകക്കാരനായിരുന്നു. ഒരു ദിവസം പുലർച്ചെ 4 മണിക്ക് ഭയങ്കരമായ ഒരു തിരമാല വന്ന് അവരുടെ ബോട്ടിന് കീഴ്മേൽ മറിച്ചു. ബോട്ട് പതുക്കെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് താഴാൻ തുടങ്ങി. ബോട്ടിലുണ്ടായിരുന്ന ബാക്കി 11 പേരും ആ നിമിഷം തന്നെ മരണപ്പെട്ടു. ഹാരിസൺ മാത്രം ആ ഇരുണ്ട ബോട്ടിൻ്റെ ഒരു ചെറിയ മുറിയിൽ കുടുങ്ങിപ്പോയി. ബോട്ട് നേരെ കടലിൻ്റെ 100 അടി താഴ്ചയിലാണ് ചെന്ന് ലാൻഡ് ചെയ്തത്. ഹാരിസൺ കുടുങ്ങിക്കിടന്ന മുറിയിൽ ഭാഗ്യത്തിന് കുറച്ചു ഭാഗത്ത് വെള്ളം കയറിയിരുന്നില്ല. അവിടെ ഒരു എയർ പോക്കറ്റ് രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവിടെ കടും ഇരുട്ടായിരുന്നു, കഠിനമായ തണുപ്പും. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണവുമില്ല. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, മരിച്ച സഹപ്രവർത്തകരുടെ മണം പിടിച്ച് കടൽ ജീവികളും സ്രാവുകളും ആ ബോട്ടിനടുത്തിലേക്ക് വരാൻ തുടങ്ങിയതാണ്. അവ വെള്ളത്തിലൂടെ നീന്തുന്ന ശബ്ദം ഹാരിസൺ കേൾക്കുന്നുണ്ടായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ട് പ്രാർത്ഥനയോടെ അദ്ദേഹം ആ ഇരുട്ടിൽ കഴിഞ്ഞുകൂടിയത് 1-2 മണിക്കൂറുകളല്ല, നീണ്ട 60 മണിക്കൂറുകളാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി സർക്കാർ ചില സ്കൂബ ഡൈവേഴ്സിനെ ആ ബോട്ടിലേക്ക് അയച്ചു. അവർ ക്യാമറയും വെച്ച് ബോട്ടിലെ ഓരോ മുറിയും പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഡൈവർ വെള്ളത്തിലേക്ക് കൈ നീട്ടിയപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു കൈ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു. ആ ഡൈവർ പേടിച്ച് നിലവിളിച്ചു പോയി. കാരണം 100 അടി താഴ്ചയിൽ 3 ദിവസമായി കിടക്കുന്ന ബോട്ടിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഇരിക്കുമെന്ന് അവർ വരെ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഡൈവർമാർ പതുക്കെ ഹാരിസനെ ഒരു പ്രത്യേക മാസ്ക് ധരിപ്പിച്ച് മുകളിലേക്ക് എത്തിച്ചു. ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു അതിജീവനമായിരുന്നു അത്. മരണം ഉറപ്പായ അവസ്ഥയിൽ നിന്നും വിധി തോറ്റുകൊടുത്ത നിമിഷം. ഈ അത്ഭുത കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ.